ഒരുപാട് പേഷ്യൻസിൻ്റെ ഡൗട്ട്സിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് BP അധികമാകുന്നത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ, മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ ഈ BP റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുമോ, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് BP ഉള്ളവർ, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നോർമൽ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ BP ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 120/80 ആണ്. നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ 80ഉം സിസ്റ്റോളിക് പ്രഷർ 120ഉം ഇതിനെയാണ് നമ്മളൊരു നോർമൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇതിലൊരു ±20 നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാരണം പേഷ്യൻ്റ് അപ്പത്തെ ഒരു ടെൻഷൻ, കാരണം BP നോക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് ഹൈപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വണ്ടി ഓടിച്ചാണ് വരുന്നത്, മറ്റെന്തെങ്കിലും സ്ട്രെസ്സുകൾ അപ്പത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ BP റൈസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ±20, 120/80 കറക്റ്റ് ഒരു സ്ട്രിക്റ്റ് വാല്യൂ ആയിട്ട് വെക്കില്ല. BP ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ആ ഒരു നമ്പർ വാല്യൂ നമ്മൾ BP ചെക്ക് ചെയ്തത് മാത്രം വെച്ചിട്ടല്ല, അവരുടെ ഏജ് ഫാക്ടർ കൺസിഡർ ചെയ്യും, അവരുടെ ശരീരഭാരം വെയിറ്റ് എത്രയാണെന്നുള്ളത് കൺസിഡർ ചെയ്യും, മുന്നേ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, സർജറി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, മുന്നേ ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, മെയിലാണോ ഫീമെയിലാണോ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരാൾ BPക്ക് കണ്ടിന്യൂസ് മെഡിക്കേഷൻ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണോ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടും BP ഷൂട്ട് ഔട്ട് ആവാനുള്ള റീസൺ സഡൻ ആയിട്ടുള്ള ഉറക്കത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ. ഒരു 1 വീക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രഷർ കാരണം ഉറക്കമില്ലാത്ത അവസ്ഥ, അതല്ലെങ്കിൽ സഡൻ സ്ട്രെസ്സ്, ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സ് കൂടി വരാം, അതേപോലെ തന്നെ അവരുടെ ഭക്ഷണക്രമത്തിലൊക്കെ വന്ന മാറ്റം, കൂടുതലായിട്ടും ആക്ടിവിറ്റീസിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒന്നും തന്നെ ഇൻവോൾവ് ആകാതെ ഇരിക്കുക, ഇതൊക്കെ തന്നെ BPയിൽ ചില വ്യത്യാസങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസത്തിനായിട്ട് ഇവർ മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ആൽക്കഹോൾ അധികം എടുക്കുന്നവർ, സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുന്നവർ, ഇവരിലും കൂടുതലായിട്ടും BP റൈസ്ഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറുപ്പക്കാരിൽ ഈ ഒരു ഹാബിറ്റ്സ് ഒഴിവാക്കുകയാണെങ്കിൽ BP റിവേഴ്സൽ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു 50+ ഏജ് ആയിട്ടുള്ള ആളുകളിൽ മുന്നേ എന്തെങ്കിലും കാർഡിയാക് കോംപ്ലിക്കേഷൻ അവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതല്ല അവർക്ക് ഒരു ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ട്, അവർ ഭയങ്കര ഒബീസ് ആണ്, എന്നാൽ അവരുടെ BP ഒരു 150/90 ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ അതിലപേക്ഷിച്ച് സ്ത്രീകൾക്കാവുമ്പോൾ ഈ ഒരു 40+, 50+ BP അധികം കണ്ടുവരുന്നില്ല. കാരണം അവരുടെ എസ്ട്രോജൻ ഹോർമോൺ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ഹോർമോണായിട്ടുള്ള എസ്ട്രോജൻ ഹാർട്ട് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഇംപ്രൂവൈസ് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ വൺസ് അവർ മെനോപോസിലോട്ട് എത്തുമ്പോഴായിരിക്കും കൂടുതൽ ഹാർട്ട് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ കംപ്ലയിൻറ്റ്സ് ഇതിലോട്ടൊക്കെ നയിക്കുന്നത്. പലരിലും ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ, BPയുടെ വാല്യൂ വ്യത്യാസം കാണുമ്പോൾ അതിൽ തന്നെ അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ഗൂഗിൾ സെർച്ചിലോട്ട് പോകും. അതിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും, ഇത് സ്ട്രോക്ക് വരുമോ, ഈ ടെൻഷനൊക്കെ കാരണം പിന്നീട് അവർ ഒരു 1 മന്ത് കഴിഞ്ഞ് ഒരു റീവിസിറ്റിന് പറയുമ്പോൾ എഗെയിൻ റീചെക്ക് ചെയ്യുമ്പോൾ അതേസമയം കുറച്ചുകൂടി ഹൈപ്പായിട്ട് കാണിക്കാറുണ്ട് ഈ ബ്ലഡ് പ്രഷർ വാല്യൂ. പരമാവധി ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞ് അത് കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കാണ്ടിരിക്കുക. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ രക്തക്കുഴലുകളിൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അതിൽ തരുന്ന സമ്മർദ്ദം ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അതിന് സഹിക്കാവുന്നതിൽ അധികമുള്ള ഒരു പ്രഷറാണ് രക്തയോട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ, അതിപ്പോൾ കിഡ്നി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർട്ട്, ഏത് അവയവങ്ങൾക്കാണെങ്കിലും അതിലോട്ട് പോകുന്ന രക്തയോട്ടം ചെറിയ രക്തക്കുഴലുകളിൽ അത് പൊട്ടിപ്പോകാനും അത് പിന്നീട് ആ അവയവങ്ങളെ ക്രമേണ കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷനാണ്. അല്ലാതെ സഡനായിട്ട് BP ഒരാൾക്ക് ഒരു ദിവസം റൈസായി എന്നുള്ളത് കൊണ്ട് ഈ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുകയില്ല. BP ഒരു സൈലൻറ്റ് കില്ലർ പോലെ തന്നെയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് അതിൻ്റെ സിവിയാരിറ്റിയിൽ എത്തിയതിന് ശേഷമായിരിക്കും. അപ്പോൾ സ്ട്രോക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്രെയിനിലോട്ടുള്ള രക്തയോട്ടം, അതിലുള്ള ആ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിയിട്ടാണ് അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിന്ന് പോകുന്നു, അത് ഇൻഫെക്ഷനിലോട്ടും അതേപോലെ സ്ട്രോക്കിലോട്ടും നയിക്കുന്നു. BP കൂടുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കിഡ്നീനെയും അത് എഫക്റ്റ് ചെയ്യും. കിഡ്നിയിലേക്കുള്ള രക്തയോട്ടത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. അത് പിന്നീട് അതിൻ്റെ ഫിൽട്രേഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതലും
ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക്, BP കൂടുതലുള്ളവർക്ക് മൂത്രത്തിൽ കൂടുതൽ പത കണ്ടുവരുന്നതായിട്ട്, പ്രോട്ടീൻ ലോസ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അതിനുള്ള റീസൺ കിഡ്നി ക്രമേണ ഡാമേജായി വരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് കാലം BP ടാബ്ലറ്റ് എടുത്തിരിക്കുന്ന ഒരാൾ സഡനായിട്ട് BP റൈസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുക? ചിലർക്ക് കണ്ണിലൊരു മങ്ങൽ പോലെ ഉണ്ടാവും, കഴുത്തിൻ്റെ പുറകെ തലഭാഗത്തൊക്കെ നല്ല കഠിനമായിട്ടുള്ള വേദന, ഛർദി, മൂക്കിലൂടെ ചെറുതായിട്ട് രക്തസ്രാവം ഉണ്ടാവുക, ഹൃദയം മിടിപ്പിൻ്റെ താളം തെറ്റുക, അറിത്മിയ എന്നുള്ള കണ്ടീഷൻ, ശ്വാസം മുട്ടൽ, ഇതെല്ലാം തന്നെ BP സഡനായിട്ട് റൈസായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇങ്ങനെ BP കൂടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് അതിലോട്ട് പോകാതെ നമ്മൾ ഇരിക്കുന്ന ആ സ്ട്രെസ് ലെവലിൽ നിന്നും കുറച്ച് നേരത്തേക്ക് ഒരു 30 മിനിറ്റ് നേരത്തേക്കെങ്കിലും റെസ്റ്റ് എടുക്കുക. ഒന്ന് ഉറങ്ങുന്നതും വളരെ നല്ലതായിരിക്കും. ഒരു 15 മുതൽ 30 മിനിറ്റ് നേരം റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു 10-15 mmHg ബ്ലഡ് പ്രഷർ ലെവൽ കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ വഷളായി തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ BP കുറയ്ക്കാനായിട്ട് ഉപ്പ് മാത്രം ഒഴിവാക്കിയാൽ മതിയോ? BP = ഉപ്പ് എന്നാണ് പലരും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഉപ്പ് എത്രത്തോളാണ് ഒരു ദിവസം നമ്മൾ എടുക്കേണ്ടത് എന്ന് പലർക്കും അറിയുന്നില്ല. ഒരു ദിവസം അലൗഡ് ആയിട്ടുള്ള ഉപ്പ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ഉപ്പ്, അതായത് 5 ഗ്രാം ഉപ്പാണ് അലൗഡ് ആയിട്ടുള്ളത്. ഈ ഉപ്പിൽ സോഡിയം കണ്ടന്റ് ഉണ്ട്. അപ്പോൾ 1 ഗ്രാം ഉപ്പിൽ 400 ഗ്രാം സോഡിയം ഉണ്ട്. ഒരു ദിവസം 2000 mg കൂടുതൽ സോഡിയം ലെവൽ നമ്മുടെ ബോഡിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിനെയും അതേപോലെ മറ്റ് അവയവങ്ങളെയും വളരെ അഡ്വേഴ്സായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം 2500 mg താഴെ ഒരു ദിവസം സോഡിയം ഇൻടേക്ക് എടുക്കത്തക്ക രീതിയിൽ വേണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന എന്ത് ഉപ്പ് നമ്മൾ ചേർക്കുകയാണെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പ് മാത്രം ഒഴിവാക്കിയാൽ പോരാ. എന്നാൽ ഉപ്പ് കലർന്നിട്ടുള്ള വേറെ അച്ചാറുകളായാലും അതേപോലെ ഉണക്കമീൻ, പപ്പടം, ചില പാക്ക്ഡ് ടിന്നഡ് ഫുഡുകൾ, ചിപ്സ്, ഇതിലൊക്കെ തന്നെ സോൾട്ട് കണ്ടന്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു എന്തെങ്കിലും പാക്ക്ഡ് ഐറ്റം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര സോഡിയം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ കഞ്ഞിയിലും ചോറിലും ഒക്കെ ഉപ്പിട്ട് കഴിക്കുന്നതോടുകൂടി ഈ പാക്ക്ഡ് ഫുഡിലും ആ സോൾട്ട് ഇൻടേക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ദിവസം 2500 mg കൂടുതൽ സോൾട്ട് ഇൻടേക്ക് ഒരാളിലേക്ക് എത്തുകയാണ്. അത് സ്ലോ പോയ്സൺ ആയിട്ട് മാറും. ഒറ്റ ദിവസം സഡനായിട്ട് BP കൂടുകയല്ല, സ്ലോ ബൈ സ്ലോ അത് വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. BP കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്? ഡാഷ് ഡയറ്റ് എന്ന് പറയും. ഡയറ്റ് അപ്രോച്ച് ടു സ്റ്റോപ്പ് ദ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പഴങ്ങൾ, മത്സ്യവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പിന്നെ അധികം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിന് പകരം കുക്കിങ്ങിൽ ഒലിവ് ഓയിൽ അധികം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മുഴുധാന്യങ്ങളും കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. BPക്ക് മെഡിസിൻ എടുക്കുന്നവർ പലപ്പോഴും ചോദിക്കുന്നത്, ഞങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതൊക്കെ പാലിക്കണോ, ഇങ്ങനത്തെ ഭക്ഷണ രീതികൾ പാലിക്കണോ, അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് മാത്രമായില്ല. ആ ഒരു ലെവലിൽ നിന്ന് BP ഷൂട്ടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിവസവും എക്സസൈസ് മസ്റ്റാണ്. അതായത് ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് നേരമെങ്കിലും ദിവസവും എക്സസൈസ്, മേൽ അനങ്ങിയിട്ടുള്ള എക്സസൈസ് മസ്റ്റാണ്. അതിൻ്റെ കൂടെ ഉപ്പിൻ്റെ ഇൻടേക്ക്, ഞാൻ പറഞ്ഞ രീതിക്ക് ഉപ്പിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. വെയിറ്റ് അധികമുള്ളവർ, ഒബിസിറ്റി കൂടുതലുള്ളവർ അവരുടെ BMI മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇരിക്കുന്നതും നല്ലതായിരിക്കും. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കണമെന്ന് വെച്ചാൽ ടിന്നഡ് ഫുഡ്, പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, ചിപ്സ്, വറുത്തത്, പൊരിച്ചത്, ഇതൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും, ഈ പഴങ്ങൾ ഇൻ ദ സെൻസ് 1 കപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ദിവസവും എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഈ BP ഉള്ള പേഷ്യൻസിന്. അവരുടെ ആ ഒരു BP എന്നും കൺട്രോളിൽ വെക്കുന്നതിന്, അതല്ലെങ്കിൽ ലോ വാല്യൂലുള്ളവർക്ക് BP റിവേഴ്സലാക്കുന്നതിനും വളരെയധികം സഹായകരമായിരിക്കും. ബീട്രൂട്ട് ജ്യൂസ് BP കുറയ്ക്കാനായിട്ട് നല്ലതാണോ എന്ന് ചില പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലതാണ്. ബീട്രൂട്ടിൽ കൂടുതലായിട്ടും നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്.
ഇത് നമ്മുടെ ബോഡിയിൽ എത്തിച്ചേരുമ്പോൾ അത് നൈട്രിക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ആവും. ഇത് രക്തക്കുഴലുകൾ ആ ബ്ലഡ് വെസൽസിനൊക്കെ ഡയലേറ്റ് ചെയ്യാനായിട്ട് അത് വികസിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതും രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യാനും അത് BP കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ളത് മധുരക്കിഴങ്ങ്, പഴം, ചെറുമത്സ്യങ്ങൾ, കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ, അവക്കാഡോ, ഇലക്കറികൾ, ഇതിലെല്ലാം പൊട്ടാസ്യം കണ്ടൻറ്റ് വളരെയധികം റിച്ചാണ്. BP കുറയ്ക്കാനായിട്ട് മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കിഡ്നീനെ എഫക്റ്റ് ചെയ്യുമോ? പലർക്കുള്ള സംശയമാണ്. BP ഞാൻ പറഞ്ഞ പോലെ ഏജ് ഫാക്ടർ അനുസരിച്ചാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ മരുന്ന് അത് തുടരണോ അത് മരുന്ന് എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു 30+ ഏജുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് കോംപ്ലിക്കേഷനും ഇല്ല, അവർക്ക് ഭയങ്കര ബോഡി വെയിറ്റ് ഒന്നും കൂടുതൽ ഇല്ല, സഡനായിട്ട് ഒരു BP റൈസ്ഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ ചില ഡയറ്ററി ചേഞ്ചസും അതേപോലെ തന്നെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ, എക്സസൈസ്, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്താൻ പറയുക, ആൽക്കഹോൾ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്താൻ പറയുക, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് അധികം ഉള്ളവരിൽ BP ടാബ്ലറ്റ്സ് സ്ഥിരമായി അവർ എടുത്തു വരുന്നു, എന്നാൽ അത് അവരുടെ കിഡ്നിയെ ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരിക്കലും ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ട് കിഡ്നീനെ അഡ്വേഴ്സ്ഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യുകയില്ല. എന്നാൽ ഈ BP ടാബ്ലറ്റ് എടുക്കുന്നവർ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഡീഹൈഡ്രേഷൻ ആയിക്കഴിഞ്ഞാൽ അത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യും ഈ BP മെഡിക്കേഷൻസ് എടുക്കുന്നത് കൊണ്ട്. അതേപോലെ തന്നെ BP മെഡിസിൻസ് എടുക്കുന്ന ടൈമിൽ പെയിൻ കില്ലേഴ്സ് അധികം ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. BP കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ചില ടിപ്സ് എന്തൊക്കെയെന്ന് നോക്കാം. മാതുള നാരങ്ങയുടെ ജ്യൂസ്, ഇതിൽ കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് BP കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ വാട്ടർമെലൺ, തണ്ണിമത്തൻ്റെ ജ്യൂസ് റെഗുലറായി എടുത്തു വരുന്നത് അതിലുള്ള സിട്രുലിൻ കണ്ടൻറ്റ് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കും. അതും ബ്ലഡ് പ്രഷറെ ഒരു പരിധിവരെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇളനീർ ദിവസവും എടുക്കുന്നത് അതിലുള്ള പൊട്ടാസ്യം കണ്ടൻറ്റ് തീർച്ചയായിട്ടും BP കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഈ ചെറുപ്പക്കാരിൽ BP കൂടി വരാനായിട്ടുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ചിലർക്കെങ്കിലും ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നവർക്ക് അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് കിട്ടാണ്ടാവുകയും അതും BP ഷൂട്ടാവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അവർക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അതേപോലെ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളൊക്കെ തന്നെ ചെയ്തു നോക്കുക. ഈ ഡയറ്റ്സ്, എക്സസൈസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് BMI ബോഡി വെയ്റ്റും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. എന്നിട്ടും ആ ഒരു ഈ ചെറുപ്പക്കാരിൽ, യങ്സ്റ്റേഴ്സിൽ BP നിങ്ങൾക്ക് കൂടി കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.